കഥനികയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും ലളിതാ സഹസ്രനാമം അറിയാം, നമ്മൾ ചൊല്ലാറുമുണ്ട്. പക്ഷേ എത്ര പേരാണ് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത്? ലളിതാ സഹസ്രനാമം ചൊല്ലാനുള്ള ഭാഗ്യം ദേവി അരുളിയാൽ മാത്രമേ സാധിക്കൂ എന്നതുപോലെ അർത്ഥമറിഞ്ഞ് ദേവിയെ ആരാധിക്കുവാൻ വളരെ പുണ്യം ചെയ്ത മനുഷ്യർക്ക് ദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ സാധിക്കൂ. കഥനികയിലൂടെ ആ ദിവ്യതത്വം കേൾക്കാം. ഒരു സമയം വിന്ധ്യാപർവ്വതം ഒരുപാട് ഉയരങ്ങളിലേക്ക് വളർന്നു. അതിൻ്റെ വളർച്ച തടയാൻ അഗസ്ത്യമുനി ഉത്തര ഭാരതത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തിലേക്ക് വിന്ധ്യാപർവ്വതം കടന്നു വന്നു. തിരിച്ച് താൻ പോകുന്നത് വരെ ഉയരാൻ പാടില്ല എന്ന് മുനി പർവ്വതത്തോട് കൽപ്പിച്ചു. അഗസ്ത്യമുനി പിന്നീട് ദക്ഷിണ ഭാരതത്തിൽ നിന്നും പോയതുമില്ല. വിന്ധ്യാപർവ്വതത്തിൻ്റെ വളർച്ചയും തടസ്സപ്പെട്ടു. അപ്പോഴേക്കും കലിയുഗം തുടങ്ങുന്ന സമയം അടുത്തിരുന്നു. അഗസ്ത്യമുനി കണ്ടത് ഒരുപാട് ദ്വേഷങ്ങൾ ഉള്ളിലൊതുക്കി ധാർമ്മികത വിട്ടു ജീവിക്കുന്ന മനുഷ്യരെയാണ്. മുനിക്ക് ആകെ വിഷമമായി. കലിയുഗത്തിൽ ജനിക്കുന്ന ഓരോ ജീവരാശികൾക്കും മോക്ഷം ലഭിക്കില്ലേ എന്ന് വിഷമിച്ച അദ്ദേഹം കാഞ്ചീപുരത്ത് വരദരാജ പെരുമാളായ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചിരുന്നു. കാഞ്ചീപുരമല്ല, കുംഭകോണത്ത് തിരുമേയച്ചൂർ ആണെന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. വിഷ്ണു ഭഗവാൻ തൃപ്തനായി തൻ്റെ അവതാരമായ ഹയഗ്രീവ രൂപം മുനിയുടെ മുന്നിൽ അയച്ചു. അശ്വത്തിൻ്റെ മുഖവും വളരെ ജ്ഞാനിയുമായ ഹയഗ്രീവരെ കണ്ട് മുനി സന്തുഷ്ടനായി. തൻ്റെ വിഷമം ഹയഗ്രീവരെ അറിയിച്ചു. കലിയുഗത്തിൽ മോക്ഷപ്രാപ്തി ഉണ്ടാകില്ലേ എന്ന്. അതിന് ഹയഗ്രീവർ 2 വഴികളുണ്ട്. ഒന്ന്, എല്ലാം ത്യജിച്ച് ഈശ്വരരൂപത്തെ മാത്രം ധ്യാനിച്ച് കഴിയുന്ന ആൾക്ക് മോക്ഷം ലഭിക്കും. രണ്ടാമത്തേത്, വിഷ്ണുവിൻ്റെയും രൂപമായ പരാശക്തി ശ്രീ ലളിതാംബികയെ ആരാധിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും എന്ന് അരുൾ ചെയ്തു. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെക്കുറിച്ച് കൂടുതൽ അഗസ്ത്യമുനി ചോദിച്ചപ്പോൾ ദേവി പ്രപഞ്ചത്തിൻ്റെ പരാശക്തി അവതാരം കൊണ്ടതും ദേവീ രൂപം, ദേവി വാണരുളുന്ന ശ്രീചക്രം എല്ലാം ഹയഗ്രീവർ ഉപദേശിച്ചു കൊടുത്തു. അഗസ്ത്യമുനിക്ക് പരാശക്തിയെപ്പറ്റി എത്ര കേട്ടിട്ടും തൃപ്തിയാകുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഹയഗ്രീവർ രഹസ്യ മന്ത്രമായ ലളിതാ സഹസ്രനാമത്തെ ഉപദേശിച്ചു കൊടുത്തത്. ദേവീ സ്തോത്രങ്ങൾ പലതുണ്ട്. സൗന്ദര്യലഹരി, ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം എന്നൊരുപാടുണ്ട്. ഇവയുടെ എല്ലാം കിരീടമാണ് ലളിതാ സഹസ്രനാമം, ദേവിയുടെ 1000 നാമങ്ങൾ കൊണ്ട സ്തോത്രം. ആരാണ് ഈ സ്തോത്രം രചിച്ചത്? ഒരിക്കൽ 1000 ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും പ്രപഞ്ചത്തിലെ എല്ലാ ദിവ്യശക്തികൾക്കും പരാശക്തി ദർശനം നൽകി. അവരൊക്കെ ദേവിയുടെ പാദങ്ങളിൽ വണങ്ങി അവരവരുടെ സ്ഥലങ്ങളിൽ പോയിരുന്നു. സിംഹാസനത്തിൽ ശ്രീചക്രത്തിൻ്റെ മുകളിലിരുന്നരുളിയ ദേവിയോട് വാഗ്ദേവിമാർ ദേവീസ്തോത്രം ചൊല്ലാൻ അനുവാദത്തിനപേക്ഷിച്ചു. ദേവി പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതമറിയിച്ചു. അപ്പോഴാണ് ദേവിയിൽ നിന്ന് ഉദ്ഭവിച്ച ഈ 8 വാഗ്ദേവിമാർ എഴുന്നേറ്റ് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിയത്. ആദ്യ 54 നാമങ്ങളിൽ ദേവിയുടെ രൂപത്തെയും പിന്നീടുള്ള 9 നാമങ്ങളിൽ ദേവി വാണരുളുന്ന ശ്രീനഗരത്തെ വർണ്ണിച്ചും ശേഷം 19 നാമങ്ങളിൽ ദേവി തൻ്റെ സൈന്യത്തോടൊപ്പം ബണ്ടാസുരനെ വധിച്ചതും പിന്നീടുള്ള 7 നാമങ്ങളിൽ മറഞ്ഞിരിക്കുന്ന കുണ്ടലിനി ശക്തിയെപ്പറ്റിയും ശേഷം ദേവി ഗുണങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ലളിതാ ത്രിപുര സുന്ദരി? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഹയഗ്രീവർ ബ്രഹ്മാണ്ഡ പുരാണം ഉത്തരകാണ്ഡത്തിൽ ലളിതോപാഖ്യാന അധ്യായത്തിൽ ഉപദേശിച്ചു കൊടുത്തത്. ഇതിലാണ് ഈ മഹാസ്തോത്രവും ഉള്ളത്. സുരപത്മാസുരനെ വധിക്കാൻ ശിവപാർവതിമാരുടെ പുത്രനെ സാധിക്കൂ. സതീദേവിയുടെ മരണാന്തരം മഹേശ്വരൻ തപസ്സിലും ദേവി
പാർവതിയായി പർവ്വതങ്ങളുടെ രാജാവായ ഹിമവതിൻ്റെ പുത്രിയായും പുനർജനിച്ചു. ഇവരെ വിവാഹം കഴിപ്പിക്കാൻ നാരദമുനി ഹിമവതിനോട് ചെന്ന് മകളുടെ ഭാവി ഉപദേശിച്ചു കൊടുത്തു. ദേവന്മാരുടെ ഉപദേശമനുസരിച്ച് മന്മഥൻ മഹേശ്വരനെ തപസ്സിൽ നിന്നും ഉണർത്താൻ ബാണമെയ്തു. കോപിതനായ ശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും വന്ന അഗ്നിയിൽ മന്മഥനെ ദഹിപ്പിച്ചു. ചിത്രകർമ്മ എന്ന ശിവന്റെ പരിചാരകൻ ഈ ഭസ്മത്തിൽ നിന്നും ഒരു രൂപമുണ്ടാക്കി ശിവനോട് അപേക്ഷിച്ച് ആ രൂപത്തിന് ജീവൻ ലഭിക്കുമാറ് ചെയ്തു. ശിവനെ ധ്യാനിച്ച് തപസ്സിരിക്കാൻ മന്ത്രോപദേശവും ആ ബാലകന് നൽകി. അനേക കാലം തപസ്സിരുന്ന് മഹേശ്വരൻ പ്രത്യക്ഷനായപ്പോൾ തന്നോട് യുദ്ധം ചെയ്യുന്നവർക്ക് ശക്തി ക്ഷയിച്ച് അതിൽ പകുതി തനിക്ക് ലഭിക്കാൻ എന്ന് യാചിച്ചു. ശിവൻ അനുഗ്രഹിച്ചയുടൻ അസുരഗുണം പ്രാപിച്ച് ഭണ്ഡാസുരനായി അറിയപ്പെട്ടു. ശേഷം മന്മഥന്റെ ഭസ്മത്തിൽ നിന്നും അനേകം അസുരന്മാർ സൃഷ്ടിക്കപ്പെട്ടു. ശുക്രാചാര്യർ ഇവർ എല്ലാവർക്കും മന്ത്രോപദേശം നൽകി ഭണ്ഡാസുരനെ രാജാവാക്കി മഹേന്ദ്രഗിരിയിൽ ശൂന്യകപട്ടണ എന്ന അസുര സാമ്രാജ്യം സൃഷ്ടിച്ചു. ഈ അസുരന്മാർ സൂക്ഷ്മഭാവത്തിൽ വായുവിലൂടെ സഞ്ചരിച്ച് എല്ലാ ജീവരാശികളുടെയും ഉള്ളിൽ ചെന്ന് ഓജസ് നശിപ്പിച്ചു. അതോടെ ഈ പ്രപഞ്ചത്തിൽ ഓരോ ശക്തിക്കും വീര്യവും പ്രഭയും ഇല്ലാതായി. അതിനാൽ ത്രിമൂർത്തികളുടെ ഉപദേശമനുസരിച്ച് എല്ലാ ദേവന്മാരും ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റം ചെന്നു. അവിടെ ഒരു വലിയ മതിലുണ്ടായിരുന്നു. ആ മതിൽ ഒരുപാട് പ്രയത്നിച്ച് തകർത്തു. അവർ പിന്നെ ചിന്മയ ആകാശമാണ് കണ്ടത്. പരാശക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഓരോ കൽപ്പത്തിലും ഓരോ പ്രളയമുണ്ടാകും. ഇപ്പോൾ സംഭവിച്ച പ്രളയത്തിൽ നിന്നും പ്രപഞ്ചത്തിലെ ഓരോ അംശവും പുനർസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഹോമകുണ്ഡം തയ്യാറാക്കൂ. അതിൽ നിന്നും ദേവി മഹാമായ പ്രത്യക്ഷപ്പെടും എന്നരുളി. അപ്രകാരം ദേവന്മാർ ഒരു വലിയ യാഗാഗ്നിയുണ്ടാക്കി. അഗ്നിയുടെ വീര്യം പാതാള ലോകത്തിൽ നിന്നും ദേവലോകം വരെ ഉയർന്നു. യാഗാഗ്നിയിൽ എല്ലാ ദേവന്മാരും ദഹിച്ചു. ശേഷം അതിൽ നിന്നും ദേവി ലളിതാ ത്രിപുര സുന്ദരി ഉദ്ഭവിച്ചു. ദേവി ജഗദാംബ 4 യോജന വീതിയും 10 യോജന നീളവും 9 പർവ്വങ്ങളുമായ ശ്രീചക്രത്തിൻ്റെ മുകളിലിരുന്നാണ് അരുളിയത്. മേരു പർവ്വതത്തിൻ്റെ പ്രസ്തരത്തിലായിരുന്നു ശ്രീചക്രം. തേജോ സ്വരൂപമായിരുന്നു. ദേവിയുടെ ഇടത് കണ്ണിൽ നിന്നും ബ്രഹ്മാവും ലക്ഷ്മിയും ഉദ്ഭവിച്ചു. വലതേ കണ്ണിൽ നിന്നും വിഷ്ണുവും പാർവതിയും, തൃക്കണ്ണിൽ നിന്നും രുദ്രനും സരസ്വതിയും, ദേവി ശ്വാസത്തിൽ നിന്നും വേദങ്ങളും, പുഞ്ചിരിയിൽ നിന്നും വിഘ്നേശ്വരനും, 10 വിരൽ നഖങ്ങളിൽ നിന്നും വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളും, നെറ്റിയിലെ കിരീടമണികളിൽ നിന്നും 9 ഗ്രഹങ്ങളും, കൂന്തലിൽ നിന്നും അന്ധകാരവും, ബുദ്ധിയിൽ നിന്നും ശ്യാമളാദേവിയും, അഹങ്കാരത്തിൽ നിന്നും വാരാഹി ദേവിയും, അങ്കുശത്തിൽ നിന്നും സമ്പത്കരി ദേവി എന്നിങ്ങനെ സർവ്വതും പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ലളിതാ ത്രിപുര സുന്ദരിയായ പരാശക്തി ഉദ്ഭവിച്ച കഥ. ലളിതാ സഹസ്രനാമത്തിലെ ദേവീരൂപം പറയാം. അമ്മയായി, പ്രപഞ്ചത്തിൻ്റെ രാജ്ഞിയായി, ഏറ്റവും ഉയർന്ന സിംഹാസനത്തിൽ അമർന്ന് ദേവി ജ്ഞാനമായ അഗ്നികുണ്ഡത്തിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. എല്ലാ ദേവന്മാരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന അമ്മയ്ക്ക് 1000 സൂര്യന്മാരുടെ പ്രഭയാണുള്ളത്. 4 കൈകളോട് ആഗ്രഹം എന്ന പാശമേന്തി ക്രോധത്തിൽ ജ്വലിക്കുന്ന രൂപം കൊണ്ട്, മനസായ കരുമ്പിൻ തണ്ടും താങ്ങി, പഞ്ചതന്മാത്രകളെ ബാണമാക്കി, പ്രപഞ്ചം മുഴുവനും തൻ്റെ അരുണവർണം പടർത്തി, കറുത്ത നീണ്ട കൂന്തലിൽ അശോക പുന്നാഗ സൗഗന്ധിക പുഷ്പങ്ങളും ചൂടി, കുരുവിണ്ട മണികളാൽ അലങ്കരിച്ച കിരീടവും ധരിച്ച്,
അഷ്ടമി നാളിലെ ചന്ദ്രൻ്റെ പ്രഭ കൊണ്ട നെറ്റിയും അതിൽ കളഭവും ചാർത്തി നീണ്ട തിളങ്ങുന്ന പുരികങ്ങൾ പ്രണയത്തിൻ്റെ വാതിലുമായി. തെളിഞ്ഞ കായലിലെ തിളങ്ങുന്ന മത്സ്യം പോലെ അക്ഷികളും ഉദ്ഭവിച്ചയുടനുള്ള ചമ്പകപുഷ്പത്തിൻ്റെ ആകൃതിയിലെ നാസികയും അതിൽ നക്ഷത്രത്തെക്കാട്ടിലും ജ്വലിക്കുന്ന ആഭരണവും ചൂടി കദംബ പുഷ്പങ്ങൾ ഒരുമിച്ച് കർണൻ മുഴുവനും ധരിച്ച് സൂര്യചന്ദ്രന്മാരെ കർണ ആഭരണങ്ങളുമാക്കി പത്മരാഗ തിലകത്തെക്കാട്ടിലും തിളങ്ങുന്ന കവിളോടുകൂടി നവവിദ്രുമത്തിൻ്റെയും ബിംബഫലത്തിൻ്റെയും പ്രഭയെ വെല്ലുന്ന ചുണ്ടുകളും ജ്ഞാനത്താൽ ജ്വലിക്കുന്ന മുട്ടുകളോട് കൂടിയ ദന്തങ്ങളും കർപ്പൂരം കലർന്ന താമ്പൂലം രുചിച്ച് സുഗന്ധം എല്ലാ ദിക്കിലും പടർത്തി വീണയിലെ സ്വരത്തിലും മാധുര്യം കൂടിയ ശബ്ദത്തോടും കാമേശ്വരനെ നോക്കി മന്ദഹസിച്ച് ഈ പ്രപഞ്ചത്തിൽ ഒന്നും കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര ഐശ്വര്യമുള്ള നാഡിയും കാമേശ്വരൻ കെട്ടിയ മംഗല്യസൂത്രവും കഴുത്തിലണിഞ്ഞ് കമനീയമായ ആഭരണങ്ങൾ ഭുജങ്ങളിലും ധരിച്ച് മുത്തുക്കളാലായ കണ്ടലങ്കാരം ധരിച്ച് കുശുംബ പുഷ്പങ്ങളാൽ വർണ്ണീകരിക്കപ്പെട്ട വസ്ത്രവും ധരിച്ച് രത്നങ്ങളായ ആഭരണങ്ങൾ ഇടയിലും അണിഞ്ഞ് ആമയുടെ തോടിൻ്റെ ആകൃതിയിലെ പാദങ്ങളും അതിൽ ജ്വലിക്കുന്ന നഖങ്ങളും താമരമലരുടെ മൃദുത്വവും കൊണ്ട് ഹംസത്തിൻ്റെ ചലനമാണ് ദേവിക്കുള്ളത്. ചുമന്ന വർണ്ണത്തോടു കൂടി സർവാഭരണ ഭൂഷിതയായി ശിവനെ സ്വാധീനിക്കുന്നവളാണ് മഹാമായ എന്ന് ദേവീരൂപത്തെയും ശേഷം മേരുപർവ്വതത്തിൻ്റെ മുകളിൽ കടമ്പവനത്തിൻ്റെ മധ്യേ താമര ഇതളിൽ 5 ബ്രഹ്മങ്ങളെ സ്ഥാനമാക്കി ചിന്താമണി ഗൃഹത്തിൽ വാസം കൊള്ളുന്നു എന്ന് ശ്രീചക്രത്തെയും വർണ്ണിക്കുന്നുണ്ട്. ബണ്ടാസുരനെ വധിക്കാൻ തൻ്റെ സൈന്യത്തോടൊപ്പം ചെന്ന് മഹാപാശുപതാസ്ത്രം കൊണ്ട് ബണ്ടാസുരൻ്റെ സൈന്യത്തെയും കാമേശ്വരാസ്ത്രം കൊണ്ട് ബണ്ടാസുരനെയും ശൂന്യക നഗരത്തെയും നശിപ്പിച്ചു. പഞ്ചദശാക്ഷരി മന്ത്രങ്ങളുടെ ആദ്യ അക്ഷരങ്ങളാണ് ദേവീമുഖം, മധ്യ അക്ഷരങ്ങൾ ദേവീ ശരീരവും അന്ത്യ അക്ഷരങ്ങൾ ദേവീ പാദങ്ങളുമാണ്. ഒരു ശ്രീവിദ്യ ഉപാസകരുടെ കയ്യിൽ നിന്നും മാത്രമേ നമുക്ക് ഈ ജ്ഞാനം ലഭിക്കാനാകുകയുള്ളൂ. ലളിതാദേവി ശിവസ്വരൂപമായ കാമേശ്വരനെ വിവാഹം കഴിച്ച് മേരുപർവ്വതത്തിൻ്റെ മുകളിൽ ശ്രീനഗരത്തിൽ വാണരുളുന്നു. ലളിതാ സഹസ്രനാമ സ്തോത്രം രഹസ്യനാമ സാഹസ്രം എന്നാണ് അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാനം അനുഗ്രഹം ആയ പഞ്ചകൃത്യങ്ങളെ അധിഷ്ഠാനമാക്കിയാണ് ഈ സ്തോത്രം രചിച്ചിരിക്കുന്നത്. ഓരോ മന്ത്രവും ശ്രീവിദ്യ രൂപവുമാണ്. ദേവി തന്നെയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, സ്ഥിതികർമാധിപനായ വിഷ്ണു, സംഹാരദേവനായ ശിവൻ. ലളിതാ സഹസ്രനാമത്തിൽ ഉദ്ഭവിക്കുന്നത് ദേവിയും ശ്രീചക്രവുമാണ്, പിരമിഡിൻ്റെ ആകൃതിയിൽ. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആകൃതിയും. ഓരോ ജീവനിലുമുള്ള കുണ്ടലിനി ശക്തി ഈ മന്ത്ര ഉച്ചാരണത്താൽ സുഷുമ്ന നാഡിയിലൂടെ യാത്ര ചെയ്ത് 6 ചക്രത്തിലും ശക്തി നൽകി ഏറ്റവും മുകളിൽ ദേവി വാഴുന്ന സഹസ്രത്തിൽ എത്തിച്ചേരുന്നു. ലളിതാ സഹസ്രനാമം ചൊല്ലേണ്ടത് ധ്യാനവും മൂലമന്ത്രവും ചൊല്ലിയിട്ടാണ്. നിത്യപാരായണമായോ വെള്ളിയാഴ്ചകൾ, പൗർണമി ദിനങ്ങൾ, കാർത്തിക ദിവസങ്ങൾ ചൊല്ലുന്നത് വിശേഷമാണ്. ഫലശ്രുതിയും ചേർത്ത് ചൊല്ലുന്നതാണ് ഉത്തമം. സർവരോഗഹരം, സർവസൗഭാഗ്യപ്രദം, സർവാർത്ഥസാധകം, സർവരക്ഷാകരമായ ഈ സ്തോത്രജ്ഞാനം എല്ലാവരിലും എത്തിച്ചേരാൻ അമ്മ അനുഗ്രഹിക്കട്ടെ.